നമസ്കാരം, ഞാൻ രശ്മി. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ബഡ് സ്കൂളിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാൽ കോടതിയെ സമീപിക്കണമെന്നും വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ക്രമപ്രകാരമുള്ള ആഹാരം കൊടുക്കാതെ കുട്ടികളെ പട്ടിണിക്കിട്ട് വെട്ടിപ്പ് നടത്തുകയാണെന്നും DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ജലീൽ മുഹമ്മദ് പറഞ്ഞു. ബഡ് സ്കൂളിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പൂവച്ചൽ വീരണകാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂവച്ചൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DCC വൈസ് പ്രസിഡന്റ്. അഴിമതിയുടെ സംരക്ഷകനായി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സനൽകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടി CPM മാറി എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബഡ് സ്കൂളിൽ നടന്നിരിക്കുന്ന ഈ വെട്ടിപ്പുകൾ. എന്തെല്ലാം വെട്ടിപ്പാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. മാനസിക വൈകല്യം നേരിടുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് ക്ഷേമം ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട ഫണ്ടിൽ വെട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് കണ്ണിൽ ചോരയില്ലാത്തവരെന്നെ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയും. ഒരല്പം ഉറപ്പ് വേണ്ടേ നിങ്ങൾക്ക്? മാനസിക വൈകല്യം നേരിടുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിൽ നിന്നാണോ നിങ്ങൾ വെട്ടിപ്പ് നടത്തേണ്ടത്? ഇവിടെ പറയുന്നത് 20 പേർ അവിടെ പഠിക്കുന്നു എന്നാണ്, 4 ജീവനക്കാർ ഉണ്ട് എന്നാണ്. 58 പേരാണ് മൊത്തം പഠിക്കുന്നത്. പക്ഷെ 20 പേരാണ് സ്കൂളിൽ വരുന്നത്, 4 ജീവനക്കാരുമുണ്ട്. 24 പേർക്ക് 100 രൂപയുടെ പച്ചക്കറി ഒരു ദിവസം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 200 രൂപയുടെ പച്ചക്കറി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് വേറൊരു ഭാഗം കൂടി പറയുന്നു. 24 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ 200 രൂപയുടെ പച്ചക്കറി തികയില്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ധരിക്കേണ്ടത്? അവിടെ വരുന്ന കുട്ടികൾക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷണം കൊടുക്കാതെ വെട്ടിപ്പ് നടത്തുകയാണ് ഇവിടെ ഈ ബഡ് സ്കൂളിന്റെ മറവിൽ. അതിന് സംരക്ഷണം കൊടുക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാർട്ടിയും കൊടുത്ത സംരക്ഷണത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഒരു ബഡ് സ്കൂളിലെ അധ്യാപികയും ഒരു ഡ്രൈവറും അവിടുത്തെ ഒരു പാചകക്കാരിയുടെ ഒത്താശയോടുകൂടി ഇത്തരം കൊള്ളയോടെ നടത്തിയത്. പൂവച്ചൽ മണ്ഡലം പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. വീരണകാവ് മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ സ്വാഗതം പറഞ്ഞു. 2018-19 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു 12 ലക്ഷം രൂപ അവിടെ ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിലേക്കായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയായി ഫണ്ട് അനുവദിക്കുകയും, എന്നാൽ ഈ നാൾ വരെയും അവിടെ ഫർണിച്ചറുകൾ എത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രചരണം കൂടെ ഇവിടെ കേൾക്കുകയാണ്. അത് സത്യമാണ് എന്നുള്ളതാണ്. അന്നത്തെ ഭരണസമിതി ഈ 12 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഉപയോഗിച്ചതായിട്ട് രേഖകളുണ്ട്. പക്ഷെ ആ സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അരുവിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C. ജ്യോതിഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പലപ്പോഴും അവിടെയുള്ള സ്റ്റാഫുകൾ അരി വേണ്ട എന്നാവശ്യപ്പെടുമ്പോഴും അവിടെ നൽകുന്ന ബില്ലിൽ അരി രേഖപ്പെടുത്തുന്നു. സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് പൂവച്ചൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് L. രാജേന്ദ്രൻ, പൂവച്ചൽ ഷമീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P. രാജേന്ദ്രൻ, ശ്രീകണ്ഠൻ, വിജയകുമാർ, R. അനൂപ് കുമാർ, UB അജിലാഷ്, അഡ്വക്കേറ്റ് R. രാഘമൻലാൽ, സൗമ്യ ജോസ്, I. വത്സല, ലിജു സാമുവൽ, ബോബി അലോഷ്യസ്, സുരേന്ദ്രൻ നായർ, ഷീജ S., J. ഫസീല, ഷീജ BV, സോണിയ EK, ശ്രീകല, സജി, ശശീന്ദ്രൻ, ജലാലുദ്ദീൻ, രാജൻ, സനൽകുമാർ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു.